നമുക്കിന്ന് സമുദ്രമേഖലയെക്കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ PSC പരീക്ഷയിൽ സമുദ്രമേഖലയെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇനിയും ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് ചോദിച്ചത് 9ാം ക്ലാസ്സിലെ പുതിയ ബയോളജി പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലയായി തിരിക്കാം. യൂഫോട്ടിക് മേഖല, ഡിസ്ഫോട്ടിക് മേഖല, എഫോട്ടിക് മേഖല എന്നിങ്ങനെയാണ്. യൂഫോട്ടിക് മേഖല ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്ന മേഖലയാണ് യൂഫോട്ടിക് മേഖല. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നതും ധാരാളം ജീവികൾ കാണപ്പെടുന്നതുമായ മേഖലയാണ് യൂഫോട്ടിക് മേഖല. അടുത്തത് ഡിസ്ഫോട്ടിക് മേഖലയാണ്. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്ന മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല. പ്രകാശലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലിക കാണപ്പെടുന്നു. മൂന്നാമത്തേത് എഫോട്ടിക് മേഖലയാണ്. 1000 മീറ്ററിന് താഴെ സൂര്യപ്രകാശം വളരെ കുറവായ മേഖലയാണ് എഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. മേൽത്തട്ടിലെ ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജീവികൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നടക്കുന്ന ബാക്ടീരിയകൾ, പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികൾ എന്നിവ ഈ മേഖലയിൽ കാണപ്പെടുന്നു.